ഗായ്സ്, അപ്പം ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗ് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോകണം. പിന്നെ മാധവനെ കൊണ്ട് പാർക്കിലൊക്കെ പോകണം. പിന്നെ നമ്മൾ ഇന്നലെ എൻ്റെ ഒരു ഹ്യൂജ് ഹോൾ വീഡിയോ ഇട്ടതിൽ നമ്മൾ കൊറിയർ കളക്ട് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ കുറേ അരുവി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ബോട്ടിൽ വേസ്റ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊണ്ട് കളയണം. അപ്പം എപ്പോൾ പുറത്ത് പോയാലും ഞങ്ങളുടെ 2 കവറും 2 കുപ്പിയും കാണും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ, പിന്നെ അതിനായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ അരുവിയിൽ പോയിട്ടുണ്ട്. അരുവിയിൽ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ കുറച്ച് ചിലയൊക്കെയാണ്. പിന്നെ അവിടെ കുറേ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക, പായലൊക്കെ പിടിച്ച് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കായലൊക്കെ ഒന്ന് നനച്ചെടുത്തു. ആക്ച്വലി നനയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ എന്തൊക്കെയോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കുട്ടികളുടെ പടമൊക്കെ വെച്ചിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൈനീസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചൈനീസ് വായിക്കാൻ അറിയത്തില്ല. പിന്നെ നെറ്റിലതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ അതെന്തോ കുട്ടികൾക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണെന്ന് ഞങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല, ആരും ഇറങ്ങത്തൊന്നുമില്ല. മീൻസ് അവിടെ ആരും ഇറങ്ങത്തൊന്നുമില്ല. ഇതിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഇരുന്നു, കാലൊക്കെ ഇട്ടു. കാല് പോലും ആരും എടുത്തില്ല ഇവിടെ. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഇനിയും കാലിടുന്നത് തെറ്റാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി കഴിച്ചു. പിന്നെ കുറേ നേരം അവിടെ നിന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ഒരു പാർക്ക് കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കുണ്ട്. അതായത് ഇപ്പം ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിനടുത്ത് 2-3 പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു പാർക്കിൽ കയറി മാധവൻ കുറേ പ്രാവശ്യം കളിച്ചു. ഭയങ്കര അഡ്വഞ്ചറസ്റ്റിക് ആയിട്ട് ഒരു റോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആ റോപ്പിൻ്റെ പുറത്തൂടെ നടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊറിയർ എടുക്കാൻ വേണ്ടി പിന്നെയും നടന്നു. ആക്ച്വലി ഇവിടെ 2 വഴിയുണ്ട് നമ്മൾ കൊറിയർ എടുക്കാൻ പോകാൻ. നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് നമുക്കൊരു ഷോർട്ട് കട്ട് വഴി പെട്ടെന്ന് പോകാം. പക്ഷേങ്കിൽ ഞങ്ങൾ കുറച്ച് നടന്നാണ് പോയത്. കാരണം ഞങ്ങൾക്ക് അരുവി കാണണം, അങ്ങനെ പതുക്കെ അരുവിയിലൊക്കെ ഇരുന്നാണ് പോയത്. സംഭവം ഒരു 1.5 മണിക്കൂർ എടുത്താണ് നമ്മളൊരു കൊറിയറൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നത്. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാം. പിന്നെ അത് തിരിച്ച് വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഫ്ലവർ കണ്ട്, ഇതെനിക്ക് ലാവൻഡർ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് ആണോ അല്ലയോ എന്നൊന്നും. ആയിരിക്കും അല്ലേ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ശിവയ്ക്കൊരു ലോലിപോപ്പൊക്കെ കൊടുത്തു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.